നമസ്കാരം, ഞാൻ അഭിശങ്കർ ഫ്രം പെൻഡാറ്റ് സെക്യൂരിറ്റീസ്. നിക്ഷേപത്തിന് പണ്ടുകാലം തൊട്ടേ എല്ലാവരും കൺസിഡർ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് സ്വർണം അഥവാ ഗോൾഡ്. ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമുക്ക് നോക്കിയാൽ കാണാം, പഴയ കാലഘട്ടങ്ങളിൽ രാജാക്കന്മാരുടെയൊക്കെ ഭരണകാലഘട്ടങ്ങളിൽ സ്വർണ്ണ നാണയങ്ങൾ എന്നുള്ള രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇന്നത് സ്വർണം ആഭരണങ്ങളായിട്ടോ അല്ലെങ്കിൽ ഗോൾഡ് കോയിൻസ്, ഗോൾഡ് ബാർസ് ഈ രീതികളിലും ഇൻവെസ്റ്റ്മെൻറ്റിന് ആൾക്കാർ കൺസിഡർ ചെയ്യുന്നുണ്ട്. സ്വർണത്തിന് ഒരു ബെനിഫിറ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും നാളത്തെ ഒരു സ്വർണത്തിൻ്റെ വിലയിൽ വന്നിട്ടുള്ള വ്യത്യാസം നോക്കിയാൽ നമുക്ക് കാണാം, എപ്പോഴും ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു റിട്ടേൺ നമുക്ക് സ്വർണത്തിൽ നിന്ന് ലഭിക്കാറുണ്ട്. അപ്പോൾ സ്വർണം എല്ലാവരും ഒരു നിക്ഷേപം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ആഭരണങ്ങൾ എന്നുള്ള രീതിയിലാണ് എല്ലാവരും സാധാരണ വാങ്ങി വയ്ക്കാറ്. ഒരു നിക്ഷേപം എന്നുള്ള ആംഗിളിൽ നോക്കുമ്പോൾ നമ്മൾ കൂടുതൽ കൺസിഡർ ചെയ്യേണ്ടത് ആഭരണം അല്ലെങ്കിൽ ഫിസിക്കൽ ഫോമിൽ ഗോൾഡ് വാങ്ങി വയ്ക്കുന്നതിനേക്കാൾ ഉചിതമായ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റായിട്ടുള്ള മറ്റ് മെത്തേഡുകളുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഗോൾഡ് ബോണ്ട്, ഗോൾഡ് ETF, ഗോൾഡ് ഫണ്ട്, ഈ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിലാണെങ്കിൽ. ഫിസിക്കൽ ഗോൾഡ് വാങ്ങുമ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്വർണത്തിൻ്റെ വില എത്രയാണോ അത് നമ്മൾ കൊടുക്കണം, പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ഒരു GST അല്ലെങ്കിൽ പണിക്കൂലി, ഇങ്ങനെയുള്ള ചാർജസും കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്ന് ഒരു പവന് 74,000 രൂപയാണ് വില എന്നുണ്ടെങ്കിൽ, ഒരു പവൻ സ്വർണത്തിൻ്റെ ഒരു ആഭരണം എന്തെങ്കിലും നമ്മൾ മേടിക്കുമ്പോൾ ഏകദേശം 80,000 രൂപയോളം നമ്മൾ ജ്വല്ലറിയിൽ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിൽ ആക്ച്വൽ ഗോൾഡ് വാല്യൂ നമ്മൾക്ക് കിട്ടുന്നത് 74,000 തന്നെയാണ്. ബാക്കി നമ്മളുടെ GST, പണിക്കൂലി, അങ്ങനെയുള്ള ചാർജുകൾ കാര്യങ്ങളായിട്ട് വരുന്ന ഒരു തുകയാണ്. ഇത് നമ്മൾ ഒരു നിക്ഷേപം എന്നുള്ള രീതിയിലേക്ക് വയ്ക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് നമ്മളിത് വിൽക്കുമ്പോൾ അന്ന് എത്രയാണോ ഗോൾഡിൻ്റെ വില, ആ ഒരു വിലയിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് അവർ കുറയ്ക്കും ഇത് നമ്മൾ മാറ്റിയെടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ വാങ്ങുമ്പോൾ തന്നെ GST, പണിക്കൂലി ചാർജ്, അങ്ങനെയുള്ള കുറച്ച് എമൗണ്ട് നമ്മളറിയാതെ എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ട് വന്നു. നമ്മൾ വിൽക്കുന്ന ടൈമിലും ചെറിയൊരു എമൗണ്ട് നമുക്ക് കിഴിവായിട്ട് പോകുന്നു. ഈ ഒരു നഷ്ടം ഒഴിവാക്കുന്നതിനായിട്ട് എപ്പോഴും കൺസിഡർ ചെയ്യാൻ പറ്റിയ നല്ല ഓപ്ഷൻസാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെയുള്ള ഗോൾഡ് ETF, ഗോൾഡ് ഫണ്ടോ ആ രീതിയിൽ വാങ്ങുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ഒരു ചെറിയ തുക വെച്ചിട്ടായാലും നമുക്കിത് വാങ്ങാം. 10 രൂപ മുതൽ തന്നെ നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ നടത്തി കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങളൊരു 1000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഗോൾഡിൽ ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അടയ്ക്കുന്ന തുക, അതായത് 1000 10,000 എത്രയാണോ ആ 1000 രൂപയ്ക്ക് തുല്യമായ ഗോൾഡ് യൂണിറ്റ്സ് നിങ്ങൾക്ക് അലോക്കേഷനായിട്ട് വരും. അതിന് വേറെ GST, പണിക്കൂലി ചാർജുകൾ കാര്യങ്ങളൊന്നുമില്ല. ഇത് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് വെച്ച് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നാണോ ഇത് വിൽക്കുന്നത്, അന്ന് വിൽക്കുന്ന സമയത്ത് ഗോൾഡ് യൂണിറ്റിൻ്റെ പ്രൈസ് എത്രയാണോ അതേ പ്രൈസ് തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അവിടെ ഒരു കിഴിവ് പോവുക എന്ന് പറയുന്ന നഷ്ടം നമുക്ക് വരുന്നില്ല. ഇതിന് മറ്റൊരു അഡ്വാൻറ്റേജ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫിസിക്കൽ ഗോൾഡ് അല്ലെങ്കിൽ ഗോൾഡ് ആഭരണം എന്നുള്ള രീതിയിൽ വാങ്ങി വയ്ക്കുമ്പോൾ അത് കരുതലോടെ വയ്ക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഒരു റിസ്ക് നമ്മളിൽ തന്നെ നിക്ഷിപ്തമാണ്. ഇത് നമ്മൾ വളരെ സൂക്ഷിച്ച് വെക്കണം. നമ്മൾക്ക് വീട്ടിൽ സ്വർണം വെച്ചിട്ട് പുറത്തെവിടെയെങ്കിലും പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ബാങ്ക് ലോക്കറിലോ മറ്റോ നമ്മൾ ഈ സ്വർണം സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിലും അതിനൊരു 100% ഷുവർട്ടിയോ ഗ്യാരണ്ടിയോ നമുക്ക് ലഭിക്കുന്നില്ല. ആ സമയം ഈ ഗോൾഡ് ബോണ്ട്, ഗോൾഡ് ETF ഈ രീതികളിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗോൾഡ് ഫണ്ട്, ഇങ്ങനെയുള്ള രീതികളിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുകയാണെങ്കിൽ ഇത് മറ്റൊരാൾ എടുത്തുകൊണ്ട് പോകും എന്നുള്ള ഒരു പേടി നമുക്ക് വേണ്ട. ഇതങ്ങനെ നഷ്ടപ്പെടുന്നില്ല. ഇത് നമ്മളുടെ പേരിൽ ഡിജിറ്റൽ ഫോർമാറ്റിലാണ് ഗോൾഡ് യൂണിറ്റ്സ് അലോക്കേറ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മറ്റൊരാൾക്ക് നമ്മളിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നത് പോസിബിൾ അല്ല. ഇത് ഗോൾഡ് നമ്മൾ പണയം വയ്ക്കുന്നത് പോലെ തന്നെ ഇതും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു ഫണ്ടിൻ്റെ ആവശ്യകത വരികയാണെങ്കിൽ ചെറിയൊരു ടൈമിലേക്ക് ഇതും നമുക്ക് ഇതുപോലെ പ്ലഡ്ജ് ചെയ്ത് വെച്ചിട്ട് ഒരു എമൗണ്ട് അതിൽ നിന്ന് എടുത്ത് നമ്മളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ ഗോൾഡ് ഒരു നിക്ഷേപം എന്നുള്ള രീതിയിലേക്ക് എപ്പോഴും വളരെ നല്ലൊരു ഓപ്ഷനാണ്. നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ നടത്തുമ്പോൾ പല ഇൻവെസ്റ്റ്മെൻറ്റ്സുകളായിട്ട് നടത്തുക. എല്ലാ നിക്ഷേപങ്ങളും ഒറ്റ രീതിയിൽ തന്നെ ചെയ്യാതെ നമ്മൾ നടത്താൻ ശ്രമിക്കുക. അതിൽ കഴിയുന്നത് നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ സ്വർണം ഒരു അലോക്കേഷനായിട്ട് എടുക്കാൻ ശ്രമിക്കുക. സ്വർണത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇതാണ്, എന്നും ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു റിട്ടേൺ സ്വർണത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്.